ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്നത്തെ വചനചിന്ത പരാജയത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോൾ പരാജയത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അനുഭവങ്ങളിലൂടെ താങ്കൾ കടന്നു പോവുകയാണ്. എന്നാൽ ഞാനൊന്ന് വിളിച്ചു പറയാം, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ ദൈവം താങ്കൾക്ക് നൽകുന്നില്ല. സർവശക്തനായ ദൈവം താങ്കളെ കരം പിടിച്ചുയർത്തും. വിശ്വസിക്കുക. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ പ്രകാരം വായിക്കുന്നു: യഹോവ നിന്നെ വാലല്ല തലയാകും, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. വിശ്വസിക്കുക. ഒരു വലിയ ദൈവപ്രവൃത്തി താങ്കളിൽ വെളിപ്പെടുവാൻ പോകുന്നു. യേശുവിൽ ആശ്രയിച്ച ഒരുവനെയും കർത്താവ് നിരാശനാക്കിയിട്ടില്ല. എബ്രായൽ ബാലന്മാരുടെ നടുവിൽ എരിയുന്ന തീച്ചൂളയ്ക്കകത്ത് കർത്താവ് ഇറങ്ങി വന്ന് വിടുവിച്ചുവെങ്കിൽ, ഭക്തനായ ദാനിയേലിനു വേണ്ടി സിംഹത്തിൻ്റെ വായ അടച്ചുവെങ്കിൽ, ഓർക്കുക, താങ്കളുടെ മുന്നിലെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും മാറ്റിത്തരുവാൻ ദൈവം ശക്തനാണ്. ദൈവം താങ്കൾക്ക് വേണ്ടി അടയപ്പെട്ട എല്ലാ വാതിലുകളും തുറന്നു തരും. ഭാവിയെക്കുറിച്ച് ഭാരപ്പെടേണ്ട, ഭാവിയെക്കുറിച്ച് ഭയപ്പെടേണ്ട. താങ്കൾക്കായി കരുതുന്ന ദൈവം കൂടെയുണ്ട്. താങ്കളുടെ തലമുറകൾക്ക് വേണ്ടി കരുതുന്ന ദൈവം കൂടെയുണ്ട്. അതിനാൽ തളർന്നു പോകരുത്, മുന്നോട്ട് പോകുക. താങ്കളിലുള്ള ദൈവശക്തിയാൽ താങ്കളെ കൊണ്ട് അനേകം കാര്യങ്ങൾ ദൈവം ചെയ്യിപ്പിക്കും. അനേകം അത്ഭുത പ്രവൃത്തി താങ്കൾ കാണും. ശത്രു ഒരു നാളും ജയം കാണുകയില്ല. പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ നിരാശപ്പെടേണ്ട. നന്മകൾ താമസിപ്പിക്കുന്നത് വേദനിപ്പിക്കുവാനല്ല, ശ്രേഷ്ഠമായ നന്മകൾ താങ്കളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുവാനാണ്. അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠമായ നന്മയോടുകൂടെ പുതിയ വഴികൾ കർത്താവ് താങ്കൾക്കായി തുറന്നു നൽകും. ശത്രുക്കൾ കാണുക ദൈവം താങ്കളെ മാനിക്കും. താങ്കളെ നിന്ദിച്ചവരുടെ, പരിഹസിച്ചവരുടെ മധ്യേ, താങ്കളെ ഒറ്റപ്പെടുത്തിയവരുടെ മധ്യേ, ആവശ്യങ്ങൾ കണ്ട് താങ്കളെ വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി കുറ്റം പറഞ്ഞവരുടെ നടുവിൽ ദൈവം താങ്കളെ ശ്രേഷ്ഠമായി ഉയർത്തും. വിശ്വസിക്കുക. ഉയർച്ചയുടെ പടികൾ താങ്കൾ ചവിട്ടിക്കയറുവാൻ സമയമായി. ദൈവം താങ്കൾക്കായി ചില വാതിലുകൾ തുറക്കുന്നു. കണ്ണുനീരോടുകൂടെ താങ്കൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന വിഷയത്തിന് കർത്താവ് മറുപടി നൽകും. താങ്കളുടെ വിചാരങ്ങളെക്കാൾ വലുതാണ് താങ്കളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിചാരവും ആഗ്രഹവും കരുതലും. എന്നും കണ്ണുനീരല്ല, എന്നും വേദനയല്ല, എന്നും പരാജയമല്ല, എന്നും തകർച്ചയല്ല. സർവശക്തനായ ദൈവം താങ്കളെ തകർച്ചയിൽ നിന്നും ഉയർത്തും. വിളിച്ചു പറയണം, ഭക്തനായ അബ്രഹാം വിളിച്ചു പറഞ്ഞതുപോലെ, യഹോവ ഇരേ. തക്ക സമയം കരുതുന്ന ദൈവം, സർവശക്തനായ ദൈവം താങ്കളുടെ കൂടെയുണ്ടെങ്കിൽ ശത്രുക്കളുടെ പരാജയം താങ്കൾ കാണും. താങ്കളുടെ പരാജയം ശത്രുക്കൾ കാണുകയില്ല. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. പരാജയങ്ങളുടെ അനുഭവങ്ങളുടെ കടന്നു ചെല്ലുമ്പോൾ വാഗ്ദത്തങ്ങളെ പൂർത്തീകരിപ്പിക്കുന്ന, തക്ക സമയം വാഗ്ദത്തങ്ങൾ നൽകി മാനിക്കുന്ന കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ആകയാൽ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോഴും പരാജയത്തിൻ്റെ അനുഭവങ്ങൾ കടന്നു വരുമ്പോഴും അപ്പുറത്ത് ഒരു വിജയത്തിൻ്റെ ചവിട്ടുപടിയുണ്ടെന്ന് ഓർക്കുക. താങ്കളുടെ ജീവിതത്തിൽ മറ്റാർക്കുമില്ലാത്ത പ്രതികൂലം, കഷ്ടത, ഞെരുക്കങ്ങൾ കടന്നു വരുമ്പോൾ ഓർക്കുക, താങ്കളുടെ മേലുള്ള വാഗ്ദത്തം വലുതാണ്. ആകയാൽ പരാജയങ്ങളെ നോക്കാതെ വിജയത്തിലേക്ക് കരം പിടിച്ചുയർത്തുന്ന കർത്താവിൻ്റെ കരം മുറുകെ പിടിക്കുവാൻ, യേശുവിൻ്റെ മുഖം നോക്കി യേശുവിനെ അനുഗമിച്ച് യാത്ര ചെയ്ത് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ, വാഗ്ദത്തങ്ങൾ പൂർത്തീകരിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. God bless you. Amen.